കിച്ചു രേണുസുതി ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ഏൽപ്പിച്ചൊരു ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. Again, രേണുസുതി കിച്ചു ഇഷ്യൂ ഓൺ എയർ. സോഷ്യൽ മീഡിയ നിറച്ചും ഈ ബിഷപ്പിന്റെ അല്ലെങ്കിൽ ഈ വൈദികന്റെ വീഡിയോസ് ആയിരുന്നു ഇന്ന് കൂടുതലും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി റിലേറ്റഡ് ആയിട്ട് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ കിച്ചുവിനോട് ഇനി മേലാൽ ആ വീട്ടിൽ കയറിപ്പോകല്, തൻ്റെ കോമ്പൗണ്ടിൽ കയറിപ്പോകല് എന്ന തരത്തിലാണ് ഈ ഫാദർ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് കാരണമായിട്ട് ഫാദർ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. അത് കേട്ടതിന് ശേഷം സംസാരിക്കാം. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച പല കാര്യങ്ങൾ എൻക്വയറി. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജീവിക്കാം. അവൻ പണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുമായിരുന്നു. അവൻ്റെ ഒരു ജീവിത സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അവന് വീട്ടിലെ ഒരു ദുരവസ്ഥ അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ് അവൻ പറഞ്ഞത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് എന്തൊക്കെ കാരണം പറഞ്ഞാലും അത് ഉപയോഗിക്കുന്നതിന് നമ്മൾ അനുകൂലിക്കുന്നില്ല. അത് വേറൊരു പോർഷൻ. പക്ഷേ അവൻ്റെ ലൈഫിൽ എന്താണ് അവൻ അനുഭവിച്ചത് എന്നുള്ളത് വ്യക്തിപരമായി നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം അനുഭവിച്ചത് മൊത്തം അവനാണ്. വേറൊരു കാര്യമുണ്ട്, അനാഥനായ ഒരു പയ്യൻ്റെ ജീവിതം എന്നും ദുസ്സഹം തന്നെയാണ്. അത് നമ്മൾ എത്രയൊക്കെ മറച്ചു വെക്കാൻ നോക്കിയാലും അത് സത്യമായൊരു കാര്യമാണ്. ഇതിനകത്ത് ഞാൻ രേണുവിനെ കുറ്റം പറയുന്നില്ല. അവരുടെ ഈ ഒരു രോഗാവസ്ഥയെ ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ഞാൻ ഇന്ന് ഈ ഫാദർ ഈ വീഡിയോയുമായി വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം എടുത്തത്. നമുക്ക് ഒരിക്കലും ഇനി അവൻ ആ ഒരു വീട്ടിലേക്ക് വരികയെന്നോ ആ ഒരു വീട്ടിൽ താമസിക്കുമെന്നോ ഒന്നും ആരും വിശ്വസിക്കുന്നില്ല, നമ്മൾ കരുതുന്നില്ല. കാരണം അവന് 21 വയസ്സ് കഴിഞ്ഞു. അവൻ അത്യാവശ്യം വരുമാനം സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. അവന് സ്വന്തമായൊരു വീട് വാടകയ്ക്കെടുത്തോ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ താമസിക്കാവുന്ന സൗകര്യം അവന് ഇപ്പോൾ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവൻ ഇനി ആ ഒരു വീട്ടിലേക്ക് വരും എന്നുള്ളത് തോന്നുന്നില്ല. പിന്നെ അവൻ വന്ന് അവിടെ വഴക്കുണ്ടാക്കിയോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ അനിയനെ കാണാൻ പോയിരുന്നു, അവനുമായിട്ടൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇച്ചിരി സമയം ചെലവഴിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അവൻ വന്ന സമയത്ത് ആ വീട്ടിൽ വല്ല സംസാരം നടന്നോ അവരുമായിട്ട് വാക്കുകേർക്കം നടന്നോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുകൂടാ. പിന്നെ ഈ പറയുന്ന ഫാദർ ഉൾപ്പെടെയുള്ളവർ ഒരു ഘട്ടത്തിൽ ഈ രേണുസുതിയെ തള്ളി പറഞ്ഞവരാണ്, അല്ലെങ്കിൽ അവർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുള്ളവരാണ്. എന്നോട് നന്ദികേട് കാണിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഫാദർ ഇൻ്റർവ്യൂ കൊടുത്ത മനുഷ്യനാണ്. പക്ഷേ ശരിയാണ്, ഒരു വ്യക്തിക്ക് ഒരു രോഗം വന്നു കഴിയുമ്പം നമ്മൾ പിന്നെ പക വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളോട് ചെയ്തതെല്ലാം മറക്കണം, അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കണം. അതാണ് മനുഷ്യന്റെ സ്നേഹം അതാണല്ലോ. പ്രത്യേകിച്ച് താങ്കൾ ഒരു വൈദികനാണ്, ഒരു അച്ഛനാണ്, ഒരു ബിഷപ്പാണ്. അത് വെച്ച് നോക്കുമ്പോൾ താങ്കളുടെ കടമയാണ് അവരുടെ കൂടെ പ്രാർത്ഥന കൊണ്ട് കൂടെ നിൽക്കുക എന്നുള്ളത്. അതിനൊന്നും ആരും എതിര് പറയുന്നില്ല. ബാക്കിയൂടെ കേൾക്കാം. നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണം. ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ഞാനായിട്ട് ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. അവൻ അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. അതെ, രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കി സ്വസ്ഥമായിട്ട് മുമ്പോട്ട് പോകട്ടെ. അല്ലാതെ ഒന്ന് വിളിച്ച് സംസാരിക്കുകയോ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുകയോ ചെയ്താൽ, വളർത്തമ്മയാണെങ്കിൽ തന്നെയും അമ്മയെന്ന് വിളിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ രണ്ടുപേരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി സംസാരിക്കുമ്പോൾ അവർ സോഷ്യൽ മീഡിയ അറിയപ്പെടുന്ന വ്യക്തികളെന്ന നിലയ്ക്ക് അത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമാകും. ആളുകളെടുത്ത് പ്രതികരിക്കും. അതെന്തെടുക്കും, അത് ജനമധ്യത്തിലേക്ക് എത്തും. വലിയ ഒരു ചർച്ചാ വിഷയമായി അത് മാറുകയും ചെയ്യും. അതാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം. രേണുസുതി യൂട്യൂബിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിച്ചാൽ പോലും എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരു അമ്മയും മകനും ആണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. സത്യമാണ്.
അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും സോഷ്യൽ മീഡിയ വഴിയല്ലേ കാര്യങ്ങൾ റിവീൽ ചെയ്യേണ്ടത്, ആ സോഷ്യൽ മീഡിയ വന്ന് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യല്ലേ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ഇതൊരാൾ മാത്രമല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. രേണുസുധിയും പറഞ്ഞിട്ടുണ്ട്, കിച്ചുവും പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും അത് ചിന്തിക്കണമായിരുന്നു, ചിന്തിച്ചില്ല. പിന്നെ രേണുസുധിയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഈ പറയുന്ന ആരെങ്കിലും ഉന്നയിക്കുന്ന ഈ ഒരു രേണുസുധിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്ന കമൻറ്റുകൾക്കോ ആരെങ്കിലും ഇടുന്ന വീഡിയോകൾക്കോ മറുപടി കൊടുക്കുകയല്ല. അവരുടെ ജീവിതം നോക്കി മുമ്പോട്ട് പോകുക, അവർക്കൊരു വരുമാനത്തിന് വേണ്ടി അവരുടെ ചാനലിലൂടെ എന്തെങ്കിലും കഴിയുന്ന വീഡിയോസ് ഇടുക, മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ സംബന്ധിച്ച് അവർ മാനസികമായിട്ട് കരുത്തി നിൽക്കേണ്ട ഒരു സമയമാണ്. അത് വീക്കാക്കി കളയുന്ന തരത്തിൽ വീഡിയോസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി, പ്രശ്നങ്ങളായി, കമൻറ്റിൽ തെറിവിളിയായി, ഇതൊക്കെ കേട്ട് മാനസികമായിട്ട് അവരുടെ മനസ്സിൻ്റെ ആ ഒരു സ്ട്രെങ്ത് വെറുതെ നശിപ്പിച്ച് കളയല് സഹോദരി എന്ന് മാത്രമാണ് എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇത്രയും നാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കൂടി, അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത്തരത്തിലൊരു അസുഖമാണ് എന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു? ദുഃഖമാണ്. കാരണം എന്റെ പിതാവ് ഒരു ക്യാൻസർ രോഗം വന്ന് അങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. എനിക്ക് ആ രോഗത്തിന്റെ തീവ്രമായ വേദനകള്, അതിന്റെ അനുഭവങ്ങളൊക്കെയും എനിക്ക് നല്ലതുപോലെ അറിയാം. ആ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ ഞാൻ ഇപ്പോഴും കാണുന്നു. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. രേണുസുധിക്ക് ഈ രോഗമുണ്ടെന്ന് കേട്ടപ്പോൾ ഹൃദയത്തിൽ വളരെ ദുഃഖമാണ് തോന്നുന്നത്. ആർക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രോഗമാണല്ലോ വന്നിരിക്കുന്ന ആ രോഗം എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. വേഗം സുഖമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫാദർ പറഞ്ഞ ഈ ഒരു കാര്യം വളരെ കറക്റ്റാണ്. നമ്മളുടെ ശത്രുക്കൾക്കോ മിത്രങ്ങൾക്കോ നമ്മൾക്കുമായിട്ട് പരിചയമുള്ളവർക്കോ പരിചയമില്ലാത്തവർക്കോ ആർക്കും ഈ ഒരു രോഗമെന്നല്ല, മാരകമായ ഒരു രോഗവും ഒരു രൂപയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട, യാചിക്കേണ്ട ഒരവസ്ഥയും ഒരു മനുഷ്യനും വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനാ മൈൻഡുള്ളവരാണ് ഞാനുൾപ്പെടെയുള്ള പലരും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെയും രോഗം കൊണ്ട് ദൈവം പരീക്ഷിക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥന ഉള്ളവരാണ്. ഈ ഒരു ഘട്ടം കഴിഞ്ഞ് രേണുസുധി കടന്നു വരും, പഴയതുപോലെ ശക്തിയായി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്, പ്രത്യാശ എനിക്കുണ്ട്. അതിനവർക്ക് സാധിക്കട്ടെ എന്നും ഞാൻ പറയുന്നു. അപ്പം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ആരായാലും വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. ആ സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ, ഇപ്പോൾ അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർക്ക് നെഗറ്റീവ് കമൻറ്റാണ് വരുന്നത്. അപ്പോൾ അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. അവർ വീഡിയോ ഇടുന്നത് അവർക്കൊരു അന്നത്തിനുള്ള വകയ്ക്ക് വേണ്ടിയാണ്. അവരത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണണ്ട എന്നുള്ളതാണ്. പിന്നെ ഇനി ഈ ഒരു അവതാരിക കുറച്ച് കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കള്ളത്തരമെന്ന് പറയുന്നുണ്ട് എന്ന് ഞാൻ പറയുകയല്ല, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് കേൾക്കാം നിങ്ങൾ, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിന്റെ ബിഷപ്പ് ഹട്ടിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇന്റർവ്യൂവിനായിട്ട് ബിഷപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം കിട്ടിയിട്ടില്ല. ഇന്ന് അപ്പോൾ എൻ്റെ വിളി കാരണം ആവശ്യപ്രകാരം ഞാൻ ഈ വീട്ടിലെത്തി. അപ്പം ബിഷപ്പ് രേണു ചേച്ചിന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ തിരിച്ചു വരുന്ന സമയം ഒന്ന് പിടിച്ചു നിർത്തി 2 ചോദ്യം ചോദിക്കാം എന്നുള്ള രീതിക്കാണ് ഞാൻ നിൽക്കുന്നത്. ഒന്ന് വരുമ്പോ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതായത് ഈ ഫാദറിനെ നിങ്ങൾ വിളിച്ചു, പലവട്ടവും അവർ പറ്റത്തില്ലെന്ന് പറഞ്ഞു കാണും. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടി തന്നെയാണ് നിങ്ങൾ വന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പുറത്തു വിടണമായിരുന്നു. അതായത് രേണുസുധിയൊക്കെ സപ്പോർട്ട് കൊടുക്കണം, അതിനോടൊപ്പം തന്നെ കിച്ചുവിനെതിരെ ശക്തമായി ആഞ്ഞടിക്കണമായിരുന്നു. അതിന് ഏറ്റവും നല്ല മാർഗം നിങ്ങളെപ്പോലുള്ള മീഡിയാസ് വഴി ബൈറ്റ്സ് കൊടുക്കുക, അത് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വരാൻ പറഞ്ഞിട്ട് വന്നിട്ട് പോകുന്ന വഴിക്കൊന്ന് പിടിച്ചു നിർത്തിയിട്ട് 2 ചോദ്യം ചോദിച്ച് അങ്ങ് വിടാം എന്നുള്ളത് ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാര്യം ഇത് കൃത്യമായ അജണ്ടയോടുകൂടി നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു വീഡിയോ ആണ് എന്നുള്ളത് അത് സത്യമായ കാര്യമാണ്. അത് കിച്ചുവിന് ഒരു മറുപടി കൊടുക്കണം എന്ന് തന്നെ ഉദ്ദേശിച്ച് നിങ്ങൾ ചെയ്ത വീഡിയോ ആണ് എന്നുള്ളത് 100% ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവർ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. പ്രിയമുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എന്താണെന്ന് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും അച്ഛൻ്റെ ഒരു വാക്കുകൾ കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം നാളെ മുതൽ എന്നെ ഇപ്പോൾ ഏറെ കയറ്റി വിടുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം, നല്ലപോലെ അറിയാം. എനിക്കൊന്നും വരാൻ പോകുന്നില്ല. ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇത്. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഉത്തരം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ ആയിരക്കണക്കിന് കുറ്റങ്ങൾ എൻ്റെ നേരെ ഉണ്ട്. ആ കുറ്റം എൻ്റെ അടുത്ത് അങ്ങ് ഇരുന്നോട്ട്. ഞാൻ നല്ലവനാണെന്ന് പറയാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നില്ലല്ലോ. രേണുസുധി പറഞ്ഞോ ഞാൻ നല്ലവളാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ വീടുകളിലോ എങ്ങും വരുന്നില്ല. അവരുടെ പേഴ്സണൽ ചാനലിൽ അവർ വീഡിയോ ഇടാറുണ്ട്, അവർ അപ്ഡേറ്റ്സ് തരാറുണ്ട്. എനിക്ക് പിന്നെ ചാനലിനകത്തൊന്നും പറയാനില്ലാത്തതുകൊണ്ട് മോൾ എന്നോട് ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. സ്വന്തം ചാനലിനകത്തൊന്നും പറയാൻ എനിക്കില്ല. മോൾ എന്നെ കാണാൻ വന്നു, എന്നോട് ചോദിച്ചു. ഞാൻ ധൃതി വെച്ച് പോകാൻ നിന്ന സമയമായിരുന്നു.
എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തിനെല്ലാം ഉത്തരം തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഫാദറിന് ആരും ഏറി കയറ്റാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഫാദർ പറയുന്ന ഈ കാര്യങ്ങളോട് എല്ലാത്തിനോടും യോജിക്കാൻ എല്ലാവർക്കും പറ്റുന്ന വരത്തില്ല. രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് കിച്ചുവിൻ്റെ ഭാഗത്തുള്ള തെറ്റും അവൻ തിരുത്തണം. അതോടൊപ്പം തന്നെ രേണുവിനെ ഫാദർ ഉപദേശിക്കുകയും വേണം. ഇപ്പോൾ രേണുവിന് ആവശ്യം മെൻ്റലി ഉള്ള ഒരു ഹെൽത്താണ്. അതുകൊണ്ട് ആ വഴിക്ക് അവർ ചിന്തിക്കുക. ദൈവഭയം ഉള്ളവരാണെങ്കിൽ ആ ഒരു വഴിക്ക് നീങ്ങുക, ആത്മീയമായി ചിന്തിക്കുക, അങ്ങനെയൊക്കെ പോകുക. രോഗത്തിൽ നിന്നും വന്നതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ മറുപടി കൊടുക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഫാദർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു വശത്ത് നിന്നുകൊണ്ട് മാത്രം സംസാരിക്കല് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് പറയാൻ പറ്റുന്നവരെല്ലാം പറയുക. അപ്പോൾ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെക്കും ബൈ. നമ്മൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക എല്ലാ കൂട്ടുകാരും. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ എല്ലാ സപ്പോർട്ടും തരിക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് തരിക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.